ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മിഡ് നൈറ്റ് ബ്ലൂംസ്. എല്ലാവർക്കും മിഡ് നൈറ്റ് ബ്ലൂമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഉടനടി ലഭിക്കുന്നതായിരിക്കും. ഇന്ന് നമ്മളൊരു കൂൺ വിഭവമാണ് നോക്കുന്നത്. അത് കൂൺ മെഴുക്കുവരട്ടി. അതിന് നമുക്ക് വേണ്ടത് പച്ചമുളക്, കുറച്ച് തേങ്ങ, പിന്നെ കറിവേപ്പില, അതുപോലെ നമ്മുടെ ക്യാബേജ്, പിന്നെ കൂൺ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വയ്ക്കുക. ക്യാബേജും ചെറുതായിട്ട് അരിയുക. അതുപോലെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്. ഇത് നമ്മൾ എത്ര കൂൺ എടുക്കുന്നതെന്ന് ആശ്രയിച്ചാണ് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടത്. നമുക്ക് ആദ്യം ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി, ഒരുപാട് എണ്ണ ആക്കാൻ പാടില്ല. കുറച്ച് എണ്ണ ഒഴിക്കുക. അതിനകത്തോട്ട് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുത്തു. പിന്നെ സവാള പെട്ടെന്നൊന്ന് വാടി കിട്ടിയാൽ മതി, ഒരുപാടങ്ങ് മൊരിഞ്ഞു പോകണ്ട. അപ്പോൾ വാടാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് കുറച്ചൊന്ന് വാട്ടിയെടുക്കുക. ആ ഒരു സവാളയുടെ ആ ഒരു പച്ച ആയിട്ടിരിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഒന്ന് പോയി കിട്ടുക എന്നുള്ളതാണ്. ചെറിയതായിട്ടൊന്ന് വാടി കിട്ടുക. അല്ലാതെ നമുക്ക് അതിനെ അങ്ങ് ഒത്തിരി മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്താൽ മതി. നമ്മൾ കുറച്ച് ചെറിയതായിട്ട് അതൊന്ന് വാടി തുടങ്ങിയെന്ന് തോന്നുന്ന സമയത്തേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം നമുക്ക് ഒരുവിധം വാടി കിട്ടിയിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മുടെ ക്യാബേജ് ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാബേജ് നമ്മളിതുപോലെ ഇതിനകത്ത് ഇട്ടിട്ട് നമ്മൾ ആ എണ്ണ, ആ നേരത്തെ ഒഴിച്ച എണ്ണ മാത്രമേ ഉള്ളൂ, കൂടുതലായിട്ട് എണ്ണയൊന്നും ഒഴിക്കേണ്ട. ആ എണ്ണയ്ക്കകത്ത് തന്നെ ഇത് ഫുള്ളായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ക്യാബേജ് ഒന്ന് അതിനകത്ത് മിക്സ് ആവുക എന്നുള്ളതേ ഉള്ളൂ. ജസ്റ്റ് അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ എണ്ണയ്ക്കകത്ത് ഫുള്ളായിട്ട് ക്യാബേജും ഇതും കൂടി മിക്സ് ആവണം. അതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന നമ്മുടെ കൂണ്, മഷ്റൂം ആഡ് ചെയ്ത് കൊടുക്കാം. അതുകൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതും അതുപോലെ ആ എണ്ണയ്ക്കകത്ത് നമ്മൾ ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ജസ്റ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കിട്ടണം. പിന്നെ കൂണ് വയ്ക്കുമ്പോൾ നമുക്ക് വേറെ വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, അത് തന്നെ അത്രയും മതിയാവും. പിന്നെ അതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ നേരത്തെ സവാള ഒന്ന് വാട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. അത് ഒന്ന് മിക്സ് ചെയ്യിപ്പിക്കുക. ഈ മിക്സറിനകത്ത് നമ്മൾ അതിനകത്തോട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നുള്ളതാണ്. അത് ചെറുതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കത് ആവിയിൽ തന്നെ അടച്ചു വെച്ച് വേവിക്കാം. അപ്പം മഞ്ഞൾ എല്ലായിടത്തും ഒന്ന് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മൂടി വെച്ച് വേവിക്കാം. മൂടി വെച്ച് ഒരു 10 മിനിറ്റോളം മൂടി വെച്ച് വേവിക്കണം. ഉണ്ട് ഇപ്പം നമുക്ക് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം വെള്ളം ഇറങ്ങിയിട്ടുണ്ടാണ്. നമ്മുടെ കൂണിൽ നിന്ന് തന്നെ അതിലേക്ക് വെള്ളം ഇറങ്ങും. അതിനുശേഷം നമ്മൾ ആ വെള്ളം ഇറങ്ങുന്ന ഒരു ടൈമിൽ, വെള്ളം കുറച്ചായിട്ട് ഇറങ്ങി തുടങ്ങുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ പച്ചമുളക്, ഞാൻ ഇപ്പോൾ 3 വലിയ പച്ചമുളകാണ്, 3 പച്ചമുളക് കീറിയത് ഇടുക. ചെറുതായിട്ടാണ് നിങ്ങൾക്ക് അരിയാൻ ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെറുതായിട്ട് ആക്കിക്കോ. ഞാൻ ഇത് വലുതായിട്ട് ആക്കിയിട്ടുണ്ട്. ഇത് വെന്ത് കിട്ടുമ്പോൾ നമുക്ക് ഉടച്ചെടുക്കാൻ പറ്റും ഈ മുളക്. അപ്പോൾ അത് കുറച്ച് നേരം വീണ്ടും നമ്മൾ ഒരു 5 മിനിറ്റത്തോളം കൂടി മൂടി വെച്ച് വേവിക്കണം. അതിനിടയ്ക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ടായിരുന്നു. അപ്പം കുറച്ച് കറിവേപ്പിലയും അതുപോലെ നമ്മൾ നേരത്തെ ആക്കി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ഇനി ഇതിനകത്തോട്ട് ആഡ് ചെയ്യണം. അപ്പം 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മൂടി തുറന്നപ്പോൾ കുറച്ച് വെള്ളമൊക്കെ കുറഞ്ഞതിന് ശേഷമാണ് ഞാൻ കറിവേപ്പിലയും അതേപോലെ തന്നെ നമ്മുടെ തേങ്ങയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം തിരുമ്മി വെച്ച് തേങ്ങയും കറിവേപ്പില ആഡ് ചെയ്യാം. കറിവേപ്പില ഞാൻ രണ്ടായിട്ട് മുറിച്ച് ആദ്യമേ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ആ ഒരു ഫ്ലേവർ, അതിൻ്റെ ആ ഒരു മണമൊക്കെ കിട്ടാനായിട്ട് നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്തിടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിനുശേഷം ഞാൻ ഇപ്പം കുറച്ച് കറിവേപ്പിലയും തേങ്ങയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ അടച്ച് വെച്ച് വേവിക്കരുത്, തുറന്ന് തന്നെ വെച്ച് വേവിക്കുക. വെള്ളം മൊത്തമായിട്ട് വറ്റിയിട്ട് ഇതുപോലെ ഒരു അടിയിലൊന്നും ഇല്ലാത്ത, അതായത് പിടിക്കുന്നില്ല, വെള്ളമൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ ആക്കിയെടുക്കുക. അതിലേക്ക്
2 അടപ്പ് എണ്ണയും കൂടെ, കുറച്ച് എണ്ണയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അത് പ്രത്യേകം ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. അപ്പം 2 അടപ്പ് എണ്ണയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. വീണ്ടും നമ്മളതിനെ അടിയിൽ പിടിക്കാൻ പാടില്ല. ഇപ്പം ഞാൻ കുറച്ച് ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അപ്പം അത് നന്നായി വാഴേൻ്റെ ആ ഒരു ടേസ്റ്റ് നന്നായി കിട്ടണമെങ്കിൽ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം, ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പം അതിൻ്റെ അടിയിലൊന്നുമില്ല, നല്ലപോലെ അത് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് സെർവ് ചെയ്യാനായിട്ട് എടുക്കാം. അപ്പം നമ്മുടെ കൂൺ മെഴുക്കുവരട്ടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.